ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിൽ താലിബാന് സ്ഥിരം പ്രതിനിധി വരുന്നു. ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിൽ താലിബാൻ നയതന്ത്ര പ്രതിനിധിയെ നിയമിക്കും. 5 വർഷത്തിനു ശേഷമാണ് ഇന്ത്യയിൽ താലിബാന് സ്ഥിരം പ്രതിനിധി എത്തുന്നത്. അഫ്ഗാനിസ്ഥാനും താലിബാനും തമ്മിലുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ചർച്ചകൾക്കൊടുവിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇന്ത്യ താലിബാൻ ബന്ധം ശക്തമാകുന്നു എന്ന സൂചനയാണ് ഇത് നൽകുന്നത് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. താലിബാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥനായ മുഫ്തി നൂർ അഹമ്മദ് നൂർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം താലിബാൻ ഭരണകൂടത്തിന്റെ സ്ഥിരം പ്രതിനിധിയായി ചുമതലയേൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതേസമയം ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിൽ പഴയ ജീവനക്കാർ തന്നെ തുടരുമെന്നും അവിടെ അഫ്ഗാന്റെ പതാക നിലനിർത്തുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. 2020ഓടെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയതിന് പിന്നാലെ ഇന്ത്യയിലെ എംബസിയുടെ പ്രവർത്തനം പതിയെ അവസാനിപ്പിക്കുകയായിരുന്നു. സാമ്പത്തിക ഞെരുക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നടപടി. 5 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഡൽഹിയിൽ അഫ്ഗാനിസ്ഥാന്റെ എംബസി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത് ഇന്ത്യയും താലിബാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢവും ഊഷ്മളവുമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിയുടെ ഒക്ടോബർ 25-ലെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യയും അഫ്ഗാൻ ഭരണകൂടവും തമ്മിൽ ഇത് സംബന്ധിച്ച് ധാരണയായിരുന്നു. അന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അമീർ ഖാൻ മുത്തക്കിയെ സ്വീകരിച്ചത്. കാബൂൾ ആസ്ഥാനമായ അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ആദ്യ പൊളിറ്റിക്കൽ ഡിവിഷന്റെ ഡയറക്ടർ ജനറലായ നൂർ ഇതുവരെ ഔദ്യോഗികമായി നിയമന കത്തുകൾ കൈമാറിയിട്ടില്ല.